ആസ്തിക കൃതരാജസ്തവം. ആസ്തികൻ പറഞ്ഞു, സോമകന്റെ യജ്ഞം, വരുണന്റെ യജ്ഞം, പ്രയാഗത്തിൽ ബ്രഹ്മദേവന്റെ യജ്ഞം അപ്രകാരം ഹേ മന്നവേന്ദ്ര, ഭവാന്റെ യജ്ഞവും എന്റെ പ്രിയത്തിനായി സ്വസ്തിയാകട്ടെ. ശക്രന്റെ യജ്ഞം 100 പോലെ ഇന്ന് പ്രസിദ്ധിയുണ്ട്. അതുപോലെയുള്ള 100 യജ്ഞങ്ങൾ ചേർന്ന പോലെ ഹേ പാരീക്ഷിത, ഭവാന്റെ യജ്ഞവും എന്റെ പ്രിയത്തിനായി സ്വസ്തിയാകട്ടെ. യമന്റെ യജ്ഞം, ഹരിമേധന്റെ യജ്ഞം, ഭൂമീശനായ രന്തിദേവന്റെ യജ്ഞം അപ്രകാരം ഭവാന്റെ യജ്ഞവും ഹേ പാരീക്ഷിത എന്റെ പ്രിയത്തിനായി സ്വസ്തിയാകട്ടെ. ഗയന്റെ യജ്ഞം, ശശബിന്ദുക്ഷിതീശന്റെ യജ്ഞം, വൈശ്രവണന്റെ യജ്ഞം അപ്രകാരം നിന്റെ യജ്ഞവും രാജാവായ പാരീക്ഷിത എന്റെ പ്രിയത്തിനു വേണ്ടി സ്വസ്തിയാകട്ടെ. നരേന്ദ്രനായ ആജമീടന്റെ യജ്ഞം, നരേന്ദ്രനായ രാമചന്ദ്രന്റെ യജ്ഞം അപ്രകാരം ഭവാന്റെ യജ്ഞവും ഹേ പാരീക്ഷിത എന്റെ പ്രിയത്തിനായി സ്വസ്തിയാകട്ടെ. സ്വർഗത്തിലും പുകഴ്ത്തുന്ന ആജമീടനായ യുധിഷ്ഠിരന്റെ ധർമ്മയജ്ഞത്തിന്റെ യജ്ഞം പോലെ ഭവാന്റെ യജ്ഞവും ഹേ പാരീക്ഷിത എന്റെ പ്രിയത്തിനായി സ്വസ്തിയാകട്ടെ. സാക്ഷാൽ സത്യവതീസുതനായ കൃഷ്ണന്റെ സ്വയമായ കർമ്മം ചെയ്തതായ യജ്ഞം അപ്രകാരം മന്നവേന്ദ്രനായ പാരീക്ഷിത ഭവാന്റെ യജ്ഞവും എന്റെ പ്രിയത്തിനായി സ്വസ്തിയാകട്ടെ. അങ്ങയെ വൃത്രജിത്തിന്റെ യജ്ഞത്തിൽ എന്ന പോലെ സൂര്യാഭന്മാരായ ഋഷിമാർ ഒത്തുചേർന്ന് അങ്ങയുടെ ചുറ്റും ഇരിക്കുന്നു. ഇവർക്ക് അറിയാത്തതായി ഒന്നും തന്നെയില്ല. ഇവർക്ക് നൽകുന്ന ദാനം നശിക്കുന്നതല്ല. ലോകത്തിലെങ്ങും തിരിഞ്ഞാലും ദ്വൈപായനന് തുല്യമായ ഋത്വിക് ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഊഴിചുറ്റുന്ന ഋത്വിക് ജനം. അവർ എല്ലാവരുമാണ് കർമ്മങ്ങളിലും ദീക്ഷയിലും ഏർപ്പെട്ടവർ. വിഭാവസു, ശ്രീഭഗവാനായ ചിത്രഭാനു, ഹിരണ്യരേതസ്, കൃഷ്ണവർമാവ്, ഹുദാശനൻ ഇപ്രകാരം അറിയപ്പെടുന്ന അഗ്നിഭഗവാൻ പ്രദക്ഷിണമായി ജ്വാല ചുറ്റി ജ്വലിച്ച് ഭവാന്റെ ഹവ്യത്തെ ദേവകൾക്ക് വേണ്ടി നയിക്കുന്നു. ഭവാനെ പോലെ പ്രജാപാലകനായിട്ട് ജീവലോകത്തിൽ വേറെ മന്നവരില്ല. ഭവാന്റെ ധീരതയാൽ ഞാൻ പ്രീതനാകുന്നു. ഭവാൻ വരുണനോ ധർമ്മരാജാവോ ആരാണ്? വജ്രഭൃത്തായ സാക്ഷാൽ ഇന്ദ്രൻ, ജഗത്തിന് എന്ന വിധം പ്രജാപാലകനായ ഭവാൻ ഞങ്ങൾക്ക് ഏറ്റവും സമ്മതനാണ്. ഇപ്രകാരം ഒരു രാജാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, പണ്ട് ഉണ്ടായിട്ടുമില്ല. ഖഡ്വാങ്കൻ, നാഭാഗൻ, ദിലീപൻ, യയാതി, മാന്ധാതാവ് എന്നിവർക്ക് തുല്യമായ പ്രഭാവത്തോടു കൂടിയവനെ, ആദിത്യന്റെ തേജസ്സോട് തുല്യമായ തേജസ്സുള്ള ഭീഷ്മരോടൊപ്പം സുവ്രതനാണ് ഭവാൻ. ഭവാന് വാൽമീകിയെപ്പോലെ വീര്യമുണ്ട്, വസിഷ്ഠനെ പോലെ ദൃഢമായ കോപമുണ്ട്, ഇന്ദ്രനോട് തുല്യമായ പ്രഭുത്വമുണ്ട്, നാരായണന് തുല്യമായ ദ്വിതീയമുണ്ട് എന്നാണ് എന്റെ മതം. ധർമ്മനിശ്ചയത്തിൽ ഭവാൻ യമോപനാണ്. സർവഗുണത്തിലും ഭവാൻ കൃഷ്ണോപമനാണ്. അല്ലയോ വസുപമ, ഭവാൻ ശ്രീയുടെ നിധിയാണ്. എല്ലാ ക്രതുക്കൾക്കും ഭവാൻ ആശ്രയനാണ്. ദംഭോത്ഭവനെ പോലെ ഭവാൻ ബലവാനാണ്. ശാസ്ത്രാസ്ത്രങ്ങളെ പറ്റിയോർത്താൽ ഭവാൻ ഭൃഗുരാമതുല്യനാണ്. ഔർവനോടും ധൃതനോടും തുല്യമായ തേജസ്സുള്ളവനാണ് ഭവാൻ. അങ്ങ് ഭാഗീരഥനെ പോലെ അദൃശ്യനാണ്. സൂതൻ പറഞ്ഞു. ഇപ്രകാരം ആസ്തികൻ മധുര പദങ്ങൾ കൊണ്ട് സംഗീത മാധുര്യോടെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ ജനമേജയ രാജാവ് സന്തോഷിച്ചു. സദസ്യരും ഋത്വിക്കുകളും അഗ്നിയും തെളിഞ്ഞു. അവരുടെ ഇംഗിതമറിഞ്ഞ് ദേവനായ ജനമേജയൻ പറഞ്ഞു,